ഇവിടെ ഈ റാണിക്ക് കുട്ടികളില്ലാതെ ഒരുപാട് സങ്കടപ്പെടുന്നു. അതിനായി ഒരു മന്ത്രവാദി സീ ഡ്രാഗന്റെ ഹാർട്ട് കൊണ്ടുവന്ന് അത് പാചകം ചെയ്ത് കഴിക്കണമെന്ന് പരിഹാരം പറയുന്നു. അതും ഈ സീ ഡ്രാഗന്റെ ഹാർട്ട് രാജാവ് ഒറ്റയ്ക്ക് പോയി വേണം കൊണ്ടുവരേണ്ടത് എന്ന് കണ്ടീഷനും വെക്കുന്നു. സോ അതിനായി രാജാവ് ആ ഡ്രാഗനെ കൊല്ലാൻ പോയ സമയത്ത് ആ ഡ്രാഗൻ മരിക്കുന്നതിന് മുൻപായി ആ രാജാവിനെ ആക്രമിക്കുന്നു. അതിലാ രാജാവും മരണപ്പെടുന്നു. ഇപ്പോ ആ ഡ്രാഗന്റെ ഹാർട്ട് പാചകം ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ആ ഹാർട്ട് പാചകം ചെയ്യാൻ അത് ഒരു പെണ്ണ് വെള്ളത്തിലേക്ക് ഇടുന്നു. അങ്ങനെ ഇട്ടതും പെട്ടെന്ന് ആ പെണ്ണിന് എന്തോ സംഭവിക്കുന്നു. നോക്കിയ ആ പെണ്ണും ഇപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്നു. അതേപോലെ ഇത് പാചകം ചെയ്ത് കഴിച്ച റാണിയും പ്രഗ്നന്റ് ആകുന്നു. അടുത്ത ദിവസം തന്നെ രണ്ടുപേർക്കും കുട്ടികൾ ജനിക്കുന്നു. എന്നാൽ ആ കുട്ടികൾ ജനിച്ച് കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ രണ്ട് കുട്ടികളെയും കാണാൻ ഒരുപോലെയാണുള്ളത്. അതുമാത്രമല്ലാതെ അവർ രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സും ആവുന്നു. ആ ജോലിക്കാരിയുടെ മകന് രാജകുമാരനിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞ് റാണി കണ്ടീഷൻ വെക്കുന്നു. അങ്ങനെ ഇരിക്കെ ആ ജോലിക്കാരിയുടെ മകനെ ഒരു മോൺസ്റ്റർ കൊല്ലാൻ ശ്രമിക്കുന്നു. അവനെ രക്ഷിക്കാനായി രാജകുമാരൻ പോയി ആ മോൺസ്റ്ററിനെ തന്നെ കൊന്നുകളയുന്നു. എന്നാൽ ആ മോൺസ്റ്റർ മരിച്ച ശേഷമാണ് മനസ്സിലാവുന്നത് അത് ഈ റാണി തന്നെയാണ് മോൺസ്റ്റർ രൂപത്തിൽ ചെന്ന് ആ പയ്യനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്.